അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫോർട്ട് കൊച്ചിയുടെയും വൈപ്പിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ മറൈൻ ഡ്രൈവിലെ ബോട്ട് ജെട്ടിൽ വന്നിരിക്കുക. ഇതൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ ഒരു ക്രൂസ്, ഇവിടെ ഒരു ക്രൂസ് കിടക്കണുണ്ടോ. ഇവിടെ രാത്രി ഡിന്നർ ക്രൂസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മറൈൻ ഡ്രൈവിൻ്റെ ഒരു എൻഡിലാണ് നിൽക്കണേ. അവിടെ ബോട്ട് ജെട്ടി കാണാം. കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് 2 കപ്പൽ കിടക്കണം കാണാൻ പറ്റും. ഒന്ന് കാർഗോ ഷിപ്പ്, മറ്റൊരു എന്താ നേവലുണ്ടല്ലേ, കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് കാണാൻ പറ്റും. എന്തായാലും ഇന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് വഴി ഫോർട്ട് കൊച്ചിക്ക് പോകാം. വണ്ടിയിൽ പോകണോ അല്ലെങ്കിൽ ബോട്ടിൽ പോകണമെന്ന് അറിയില്ല. അവിടെ ഫോർട്ട് കൊച്ചിയിൽ പാർക്കിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ട് റൂം എടുത്തേക്കണേ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ കുറേ ക്രൂസുകൾ കിടക്കണം കാണാം. നമുക്ക് രാവിലെ തന്നെ വെറുതെ മറൈൻ ഡ്രൈവിന് ഒരു വാക്കിന് വേണ്ടി വന്നതാണ്. അപ്പുറത്ത് കാണുന്ന ഐലൻഡ് വില്ലിംഗ്ടൺ ഐലൻഡാണ്. ആ വില്ലിംഗ്ടൺ ഐലൻഡിന് അപ്പുറത്തെ സൈഡാണ് ഫോർട്ട് കൊച്ചി വരുന്നത്. കപ്പൽ കിടക്കണുണ്ടോ. പോർട്ട് ഏരിയ ആണത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു പാലമുണ്ട്, ഒരു എലിവേറ്റഡ് ഏരിയ ഉണ്ട്. എന്ത് ഭംഗിയാ നോക്ക്. രാത്രിയിൽ ഈ കമ്പിയിലെ കൂടെയൊക്കെ മൊത്തം ലൈറ്റ് ഇടാറെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായതിനെ. പക്ഷെ മേളിൽ മാത്രം ഒരു കളർ ലൈറ്റ് വെച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ ചെറിയ കനാലുകൾ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് പോകണം നോക്ക്. ഇവിടെ കുറേ മറൈൻ ഡ്രൈവ് വ്യൂ ഫ്ലാറ്റുകളുണ്ട്. കടലിൻ്റെ വ്യൂ, കടലല്ല അത്, കടൽ കയറി കിടക്കുന്ന ഭാഗം ഇതൊക്കെ. രാവിലെ കുറേ പേര് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പോലെ. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു വഴിയുണ്ട്, ഒരു ഗേറ്റ് ഉണ്ട്. ഇത് ഇവിടെ ഈ കാണുന്നത് റെസിഡൻസ് ഹോളിൽ നിന്നാണ്. ഇവിടെ ഡയറക്റ്റ് ഹോട്ടലിലേക്ക് കയറാം. സ്വിമ്മിംഗ് പൂൾ ആ സൈഡ് പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മുമ്പ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ട് വരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്ട് വർക്ക് നടക്കുന്നുണ്ട്, എന്താണ്ട് റിനോവേഷൻ വർക്കാണ് നടക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ പേര് ആദ്യം ദ ഗേറ്റ് വേ എന്നായിരുന്നു, പിന്നെ ആ വിവാന്തൻ ആക്കിയത്. ഇതാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ. ഈ വെള്ളത്തിന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 26 ഡിഗ്രിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. ഇപ്പം ജോണനെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോയതാ. അവിടെ തന്നെ ഇറങ്ങണില്ല ജോണ ടോണിയ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടി പോകാം. സമയം ഇപ്പോൾ 8:45. ഞാനെന്തോ ലിഫ്റ്റിൻ്റെ ഉൾഭാഗം മൊത്തം വുഡൻ ഉണ്ട്. 6th ഫ്ലോർ വരെ ഉണ്ട്. പിന്നെ മേലിൽ സീനറി ഉണ്ട്, ആക്റ്റീവ് സ്റ്റുഡിയോ. പോയി നോക്കി, സ്റ്റുഡിയോ ആണ് കേട്ടോ ശരി. ഇവിടെ ബാൽക്കണിയിൽ നോക്കുമ്പോൾ ഒരു ക്രൂസ് ഷിപ്പ് വന്ന് കിടക്കുന്നത് കാണാം നമുക്ക്. ബോട്ടുകൾ ഇങ്ങനെ തേരാപ്പാറ പോയിക്കൊണ്ടിരിക്കുക. ചെറിയ ചെറിയ ക്രൂസ് ബോട്ടുകൾ, വലിയ ക്രൂസ് ഷിപ്പ് വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. ബബിൾ കഫേ റിസപ്ഷൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ ഇതുള്ള കഫേ. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഇവിടെയാണ്. ബുഫേ ആണ് കേട്ടോ. ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ടീ, ജിഞ്ചർ മസാല ടീ, ഹോട്ട് മിൽക്ക്, ചായയും കോഫിയുടെ ഏരിയ ആണ് ഇതൊക്കെ. ഇടിയപ്പം, ഇഡ്ഡലി, റവ ഉപ്പുമാവ്, ഗ്രീൻ പീസ് കറി, പിന്നെ പനീർ പൊറോട്ട, കല്ലപ്പം, ടോപ്ഡ് പൊട്ടാറ്റോ, സ്റ്റീംഡ് ബനാന, മൈസൂർ ബോണ്ട, സോസേജ് ഒക്കെ ഉണ്ട് ഇവിടെ. ചിക്കൻ സോസേജ്, പോർക്ക് മോർട്ടഡേലാന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം ഉണ്ട് നോക്ക്. പോർക്കിൻ്റെ സ്ലൈസസ്, ചീസ് സാൻഡ്വിച്ച്, യോഗട്ട്, ബച്ചർ മുസ്ലി എന്താണ്, ഫ്രഷ് കട്ട് വെജിറ്റബിൾസ്. ഇവിടെ മൊത്തം
ഡെസേർട്സ് മറ്റേ സാധനങ്ങളൊക്കെയാണ്. മഫിൻസ്, ക്രോയിസോണ്ട്, ഡോണറ്റ്. കെലോക്സ്, കോൺഫ്ലെക്സ് അതൊക്കെ ഉണ്ട്. പിന്നെ പലതരം ഫ്രഷ് ജ്യൂസുകളൊക്കെ ഉണ്ട്. കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇടിയപ്പം എടുത്തു. അങ്ങനെ പറയുന്ന ഇടിയപ്പമാണ് കേട്ടോ. അതും പിന്നെ കല്ലപ്പം, സോസേജ് ഒക്കെ എടുക്കുന്നുണ്ട്, കുക്കുംബർ, കഷ്ണം, ചിക്കൻ കറി. ഇതാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇവിടെ ഇതെന്താ ഈ കാണുന്നത് വട്ടപ്പം കണ്ട, വട്ടപ്പം മറ്റേ സ്ക്വയർ ഷേപ്പിലുള്ള വെജ് സാൻഡ്വിച്ച്, ചിക്കൻ കറി, ഇടിയപ്പം, കല്ലപ്പം, പിന്നെ മൈസൂർ ബോണ്ടൊക്കെ എടുത്തുണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതെല്ലാം അടിപൊളി. അങ്ങനെ ഒരു രാത്രി താമസിച്ച കൊച്ചിയിലത്തെ മറൈൻ ഡ്രൈവിൻ്റെ വ്യൂ ഉള്ള വിവാന്ത ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാം. നമുക്ക് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോവാം. വണ്ടിയിലാണ് പോകുന്നത്. നല്ലൊരു ഹോട്ടലായിരുന്നു. എന്തായാലും നമുക്ക് ഇപ്പോൾ ചൂടാണ് കേട്ടോ, ഉച്ചയായി. ബോട്ടിലൊന്നും പോകുന്നില്ല, വണ്ടിയിൽ പോകാം. ഫോർട്ട് കൊച്ചി ഭാഗത്ത് പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ല നോക്കാം. അങ്ങനെ വിവാദത്തോടെ വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫോർട്ട് കൊച്ചി ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എത്രയായിരുന്നു ഇവിടെ ഒരു നൈറ്റിന് 10,000 രൂപയായിരുന്നു വിത്ത് ടാക്സ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഷൺമുഖം റോഡിലേക്ക് കയറാൻ പോവാം. അപ്പോൾ ഇവിടെ കുറേ കപ്പലുകൾ കാണാൻ പറ്റും. ഇത് കണ്ടില്ല, ഒരു ബോട്ട് ഇതാ തുറുമ്പിച്ചെടുക്കണ കാണാം. നമുക്ക് നമ്മൾ നേരത്തെ മറൈൻ ഡ്രൈവിന് കണ്ട കോസ്റ്റ് ഗാർഡ് ഷിപ്പാണ് കാണുന്നത്. ഇപ്പോൾ ഷിപ്പുകളുടെ ഏരിയ ആണിത്. ഞങ്ങളിപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡൊക്കെ കയറാൻ പോവാം. ഇവിടെ നേവൽ ബേസും, പണ്ട് കൊച്ചി എയർപോർട്ടൊക്കെ വെല്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു. ഇപ്പോഴല്ലേ നെടുമ്പാശ്ശേരിയിലേക്ക് മാറിയത്. കൊച്ചി ഷിപ്പ് യാർഡാണ് ഈ കാണുന്നത്. നോക്ക്, കപ്പലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങളിപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡ് കയറിയിരിക്കുകയാണ്. ഇതാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇത് മുഴുവൻ നേവലിൻ്റെ ഏരിയ ആണ് കേട്ടോ. നേവൽ ബേസൊക്കെ ഉള്ള സ്ഥലം ഇത്. ഇപ്പോൾ വരുന്ന വഴി ഫ്ലൈ ഓവർ മുകളിൽ നിന്ന് കപ്പലിൻ്റെ നല്ല കിടിലൻ വ്യൂ കാണാൻ പറ്റും. എന്തെങ്കിലും അത് നമുക്ക് ഒന്ന് കാണാൻ പോവാം. വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തു. നമ്മളിവിടെ പാലം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ കാണുന്നത് പഴയ റോഡ് പാലം, അപ്പുറത്തത് റെയിൽവേ പാലം. അങ്ങനെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് പാലം കയറി കായൽ കടന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ ജൂ ടൗൺ നമുക്ക് കാണാം. ജൂ ടൗണിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. അടുത്ത് പോകുന്തോറും വീടുകളുടെ ഷേപ്പൊക്കെ മാറിക്കൊണ്ടിരിക്കുക, വീടുകളുടെ രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. എല്ലാം ജൂയിഷ് സ്റ്റൈലിൽ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ആയിട്ട് ജൂ ടൗണിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ വണ്ടി ഇവിടെ കുറേ മ്യൂസിയം അതൊക്കെ ഉണ്ട്. ജൂ സ്ട്രീറ്റൊക്കെ ഉണ്ട്. എന്നാലും വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി കൊണ്ട് വന്ന് ഇവിടെ ഇപ്പം ഇടിഞ്ഞ സ്ഥലങ്ങളാണ്. അവിടെ മുന്നിൽ പാർക്കിംഗ് ഉണ്ട്. കുറേ ഫോറിനേഴ്സിനാണ് സാധിക്കട്ടെ ഇവിടെ. എന്തായാലും ഇവിടെ മുന്നിൽ ജൂ ടൗണിൻ്റെ പാർക്കിംഗ് കാണാൻ പറ്റും.
ടൗൺ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ജോസ് സിനഗോഗ് മറ്റേ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പോവാം. ഇവിടെ മ്യൂസിയം ഒക്കെ ഉണ്ട്, കേരള ഫോക്ലോർ മ്യൂസിയം ഒക്കെ, ആർട്ട് പാലസ് അതും ഇതൊക്കെ ഉണ്ട്. ഇതാ 3 പേരും ചുവന്ന കളർ ഡ്രസ്സൊക്കെ ഇട്ടേക്കാം. ഇതാ കുട നോക്ക്. ജൂത തെരുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കാം. ഇത് ശരിക്കും പണ്ട് ഇസ്രായേലിനൊക്കെ മൈഗ്രേറ്റ് ആയി വന്ന ജൂതമതത്തിലെ ആൾക്കാർക്ക് വന്ന് ഇവിടെ സെറ്റിലായി വരുന്ന സ്ഥലമായിരുന്നു ഇത്. ഫോർട്ട് കൊച്ചിയിൽ ഒക്കെ എല്ലാം പഴയ കെട്ടിടങ്ങളാണ്. നോക്ക്, ജൂയിഷ് സ്റ്റൈലിൽ പണ്ടത്തെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പശുവിൻ്റെ തലയും കൊമ്പൊക്കെ നോക്കാം. ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, നോക്ക്. അത് ഒരു ഹെറിറ്റേജ് സ്റ്റൈലിൽ പണ്ടത്തെ റെസ്റ്റോറൻറ്റ്. ഹെറിറ്റേജ് ആൻറ്റിക് ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കര കൺജസ്റ്റഡ് ഏരിയ ഇത്. എന്തായാലും പാർക്കിംഗ് കിട്ടിയത് നന്നായി. പപ്പയോട് വണ്ടിയിലിരിക്കുക, അവിടെ പാർക്കിങ്ങിൽ വണ്ടിയിൽ ഒരാൾ ഇരിക്കണം, കാരണം വണ്ടിയൊക്കെ എടുത്ത് മാറ്റാനുള്ള. നല്ല ഓടിട്ട വീട്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് കേട്ടോ ജൂയിഷ് സ്ട്രീറ്റ്. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ്. നോക്ക്, കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിനൊപ്പം നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ, കളർഫുൾ കെട്ടിടങ്ങൾ. മട്ടാഞ്ചേരി പാലസും പർദേശി സിനഗോഗിൻ്റെ ഇടയിലുള്ള ഒരു നാരോ സ്ട്രീറ്റാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത പാർക്കിങ്ങിൻ്റെ അവിടെയാണ് മട്ടാഞ്ചേരി പാലസ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഈ സ്ട്രീറ്റ് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. 1524 കൊച്ചി രാജാവ് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ജൂതന്മാർക്ക് ഷെൽട്ടർ കൊടുത്തു. അവർക്ക് തൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള മട്ടാഞ്ചേരിയിൽ അദ്ദേഹം ലാൻഡ് അലോക്കേറ്റ് ചെയ്തു. ഈ പ്രദേശം പിന്നീട് ജൂതനഗരമായി മാറി. ഈ തെരുവിൽ കിടക്കുന്ന കൊളോണിയൽ കെട്ടിടങ്ങൾ അതിൻ്റെ പഴയ ലോക ചാം കൂട്ടുന്നുണ്ട്. റെയറായിട്ടും വെറൈറ്റി ആയിട്ടും ഉള്ള ക്യൂരിയസ് സാധനങ്ങൾ വിൽക്കാൻ ആൻറ്റിക് ഷോപ്പുകൾ ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഈ കട നോക്ക്, മൊത്തം ആൻറ്റിക് സാധനങ്ങളാണ്. എല്ലാത്തിനും നല്ല വിലയാണ്. പക്ഷെ നോക്ക്, നല്ല യുണീക്ക് ആൻറ്റിക് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നോക്കി, ബെഞ്ച് ഒരു സ്പോൺസർ ചെയ്ത് ഇസ്രായേലിൽ നിന്നാണ്. നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ ഈ ബൊഗേമില്ലയുടെ അടിയിൽ ഒരു ബെഞ്ച്. ഇവിടെ കുറേ സോവനീറുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ജൂ ടൗണിൻ്റെ പേരിൽ ഒരു സോവനീർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പം അങ്ങനെ ജൂ ടൗണും കണ്ടു. ഇവിടെ ഇത് മൊത്തം പഴയ കെട്ടിടങ്ങളുണ്ട് കേട്ടോ, ജൂ സ്റ്റൈലിൽ. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് പോകാം. ഇവിടെ ഫോക്ലോർ മ്യൂസിയം 7 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ നിന്ന്. പിന്നെ മട്ടാഞ്ചേരി പാലസ് അതൊക്കെ കാണാം. അങ്ങനെ ജൂട്ടം അങ്ങനെ പാർക്കിനോട് എത്തി. ഇവിടെ തന്നെ മട്ടാഞ്ചേരി പാലസിലേക്കുള്ള എൻട്രൻസും ഈ കാണുന്നതാണ്. അതായത് നമുക്ക് മട്ടാഞ്ചേരി പാലസ് കാണാൻ പോവാം. പോർച്ചുഗീസുകാർ പണിത ഈ കൊട്ടാരം 1545 കാലഘട്ടങ്ങളിൽ കൊച്ചി രാജാക്കന്മാർക്ക് ഈ കൊട്ടാരം ഒരു സമ്മാനമായിട്ട് ഗിഫ്റ്റ് ചെയ്തത്. ഈ കാണുന്ന മട്ടാഞ്ചേരി പാലസ് 4 കെട്ട് സ്റ്റൈലിലാണ് പണിത്, ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈൽ ആർക്കിടെക്ചറിൽ. അടുത്തുള്ള ഒരു ക്ഷേത്രം കൊള്ളയടിച്ചതിന് ശേഷം രാജാവിനെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
കൊട്ടാരം പണിതത്. മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പാലസ് ഡച്ച് പാലസ് എന്നും അറിയപ്പെടും. നമുക്ക് എന്തായാലും ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറാം. ഇതിനകത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, അപ്പം എന്തായാലും ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഈ കൊട്ടാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജകുടുംബത്തിന്റെ പ്രതിഷ്ഠയായ പഴയന്നൂർ ഭഗവതിയുടെ തറവാടാണിത്. 2 നിലയിൽ ഈ കൊട്ടാരത്തിൽ മനോഹരമായ ചുവർ ചിത്രങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ മട്ടാഞ്ചേരി പാലസിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ട ഇതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ട് കാണും. എന്നാലും കേരളത്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കേരളത്തിന് കൊച്ചിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ബ്രിട്ടീഷുകാരാണ്, അതൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പണ്ട് ഇപ്പോൾ കേരള എന്നല്ല സ്റ്റേറ്റിൻ്റെ പേര്, പണ്ട് കൊച്ചിൻ സ്റ്റേറ്റ് ആയിരുന്നു. അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജൂതത്തെരുവ് മട്ടാഞ്ചേരി പാലസ് കണ്ടിട്ട് ഞങ്ങളിപ്പോൾ വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫോർട്ട് കൊച്ചിയുടെ അറ്റത്താണ് അത്. അപ്പോൾ എന്തായാലും ഇവിടെ ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും അറ്റത്തുള്ള വാസ്കോ ഡ ഗാമ സ്ക്വയറും ചൈനീസ് ഫിഷിംഗ് നെറ്റൊക്കെ കാണാൻ വേണ്ടി വന്നേക്കാം. ഈ ഭാഗത്ത് റൗണ്ട് അടിച്ചു പാർക്കിങ്ങിന് വേണ്ടി. അപ്പോൾ വീണ്ടും ഈ ഭാഗത്ത് വന്ന് വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തു. ഇനി കുറേ നടക്കണം അങ്ങോട്ട്. പിന്നെ വരുന്ന വഴി ഫെറി ഉണ്ട്. ഇവിടെ നിന്ന് വൈപ്പിലേക്ക് ഫെറിയൊക്കെ ഉണ്ട്, ജങ്കാർ സർവീസ്. പക്ഷെ എല്ലാവരും എല്ലാ വണ്ടികളും ക്യൂവിൽ നിൽക്കുക. ഇത് രാത്രിയാണ് നമ്മുടെ വണ്ടി കയറ്റുമ്പോഴത്തേക്ക്. ഇന്ന് വൈപ്പിലേക്ക് 1 കിലോമീറ്ററിന് താഴെയാണ് ഫെറിയിൽ പോകുകയാണെങ്കിൽ. അത് കുറച്ച് റോഡ് വഴി പോകണമെങ്കിൽ 15-16 കിലോമീറ്റർ കറങ്ങി പോകണം. ഇതെല്ലാം ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇത് നേരെ മുന്നിലൊരു പള്ളി കാണാൻ പറ്റും. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നെ കഴിക്കാം. എല്ലാം നല്ല ട്രഡീഷണൽ സ്റ്റൈൽ കെട്ടിടങ്ങളാണ് കേട്ടോ ഇവിടെ. കഫേ ആൻഡ് കൊച്ചി എന്ന് പറഞ്ഞ ഈ ഒരു ഫുഡ് പോയിന്റിൽ നിന്ന് നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇവിടെ ഏത് മീൻ വേണമെന്ന് പറയണം ആദ്യം, എന്നിട്ട് അതവർ ക്ലീൻ ചെയ്ത് വറുത്ത് തരും. നോക്ക്, ഇവിടെ ബർഗർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ് ഉണ്ട്. നോക്ക്, ഒന്നുമില്ല, ഒരു സ്ട്രീറ്റാണ് കേട്ടോ. പിന്നെ ട്രഡീഷണൽ കെട്ടിടങ്ങൾ അതൊക്കെ ഉള്ളൂ. ഈ ഭാഗത്തും ധാരാളം ഫോറിനേഴ്സിന് കാണാൻ സാധിക്കും. എന്തായാലും നമുക്കിവിടെ വാസ്കോ ഡ ഗാമ സ്ക്വയറും ചൈനീസ് ഫിഷിംഗ് നെറ്റൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്, അതൊക്കെ കാണാം. അതിൻ്റെ അപ്പുറത്ത് പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ വേറെ സ്ട്രീറ്റ് കാണാം. ഹെറിറ്റേജും കൾച്ചറും കൊണ്ട് സമ്പന്നമാണ് ഫോർട്ട് കൊച്ചി. ഒരു പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. 160 വർഷത്തോളം ഫോർട്ട് കൊച്ചി പോർച്ചുഗീസിന് കീഴിലായിരുന്നു. 1795 വരെ 112 വർഷക്കാലം ഫോർട്ട് കൊച്ചി ഡച്ചുകാരുടെ കൈവശമായിരുന്നു. പിന്നീട് ഡച്ചുകാരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഭരണം പിടിച്ചു. അത് കാരണം ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും നിർമ്മിച്ച പഴയ വീടുകൾ മിക്സ് ആയിട്ടാണ് ഫോർട്ട് കൊച്ചിയിലെ തെരുവുകളിൽ. റെസ്റ്റോറൻറ്റുകളുടെ ഏരിയ ആണ് കേട്ടോ. നീ മരങ്ങൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. എൻ്റെ ബ്രാഞ്ചിൽ മൊത്തം ഇങ്ങനെ ഫേണൊക്കെ ഉണ്ടായി കിടക്കണം, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ചൈനീസ് ഫിഷിംഗ് നെറ്റുകളൊക്കെ കാണാൻ സാധിക്കും. 14th സെഞ്ച്വറിയിൽ തുടക്കത്തിൽ ചൈനീസ് വ്യാപാരികൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിശ്വസിക്കുന്നു. ഫോർട്ട് കൊച്ചി ട്രേഡിൻ്റെയും എക്സ്പോർട്ടിങ്ങിൻ്റെ സെൻറ്റർ ആയിരുന്നു. കൊച്ചി ഓയിൽ റിഫൈനറിയാണ് അപ്പുറത്ത് കരയിൽ കാണുന്നത്. വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുള്ളത്. ഇവിടെ നിന്ന് വൈപ്പിനിലേക്ക് ജങ്കാർ സർവീസൊക്കെ ഉണ്ട്. പക്ഷേ ആ ജങ്കാറിൽ കയറാൻ വേണ്ടി വണ്ടികളെല്ലാം ക്യൂവിൽ പാർക്ക് ചെയ്തേക്കാം.
മുന്നോട്ട് നടക്കുമ്പം 2 സ്റ്റീം ബോയിലറുകൾ കാണാൻ സാധിക്കും. 1956 മുതൽ 20 വർഷക്കാലം കൊച്ചി ഡ്രൈ ഡോക്കിൽ ക്രെയിനുകളുടെ സ്റ്റീം ബോയിലറുകൾ ഉപയോഗിച്ചിരുന്നു. അതിൽ കോക്ക്, കൽക്കരി, വിറകുകളെല്ലാം ഫ്യൂവലായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ അതിൻ്റെ തുരുമ്പിച്ചെടുക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. 16ാമത്തെ സെഞ്ച്വറിയിൽ പോർച്ചുഗീസുകാർ ഫോർട്ട് ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ഒരു കോട്ട നിർമ്മിച്ചു. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ച് കൈയടക്കിയപ്പോൾ അവർ കോട്ട നശിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ വലിപ്പം ഏകദേശം 1/3 ചെറുതായി. അതിൽ സ്റ്റോംബർഗ് ബാസ്റ്റ്യന് പിന്നീട് ബാസ്റ്റ്യൻ ബംഗ്ലാവാക്കി മാറ്റി. ആ ബാസ്റ്റ്യൻ ബംഗ്ലാവാണ് ഈ കാണുന്നത്. 1806 ബ്രിട്ടീഷുകാർ കോട്ടയുടെ മതിലുകൾ നശിപ്പിച്ചപ്പോഴും അവർ കെട്ടിടം തൊടാതെ ഉപേക്ഷിച്ചു. ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ഫുഡ് വരാൻ കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ വാസ്കോ ഡ ഗാമ സ്ക്വയറും ബാസ്റ്റ്യൻ ബംഗ്ലാവ് അതൊക്കെ കാണാൻ പോയി. ഇപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഞങ്ങളൊരു പ്ലാറ്ററാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പ്ലാറ്റർ കേട്ടോ മേടിച്ചേക്കണേ. എന്താ പ്രോൺസ്, മീൻ പൊളിച്ചത്, പ്രോൺസ്, മൊത്തം സീ ഫുഡ് ഡിഷുകളാണ് കേട്ടോ. എന്നാലും പ്രോൺസിൻ്റെ പീസ് തൊലി പറിച്ചിട്ട് കഴിക്കാം. റൈസ് ഫ്രൈഡ് റൈസ്. അപ്പം അങ്ങനെ ഫോർട്ട് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കാം. ലഞ്ചാണ് കേട്ടോ. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഉച്ചയ്ക്കലത്തെ നല്ല അടിപൊളി ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് പാലക്കാടിലേക്ക് പോവാം. ഞങ്ങൾ വന്ന വഴി തന്നെയാണ് കേട്ടോ പോകുന്നത്. ജങ്കാറിൽ കയറി വൈപ്പിനിൽ പോകുന്നില്ല. തോപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്ന വഴി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് കിടക്കുന്ന പാലത്തിന് വേറൊരു പാലം കാണാൻ സാധിച്ചു. ഒരു പഴയ വേർട്ടിക്കൽ ലിഫ്റ്റൊക്കെ ഉള്ള പാലമാണിത്. അപ്പോൾ ആ പാലത്തിലേക്ക് ഞങ്ങളിപ്പോൾ കിടക്കാൻ പോവാം. ഓൾഡ് തോപ്പുംപടി ഹാർബർ ബ്രിഡ്ജാണിത്. ഈ പാലം വേർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണ്. നടുക്കിലത്തെ സെഗ്മെൻറ്റ് കപ്പലുകൾക്ക് പാസ് ചെയ്യാൻ വേണ്ടി റോപ്പ് ആൻഡ് പുള്ളി മെക്കാനിസം ഉണ്ട്, പൊക്കാൻ താതകം ചെയ്യാൻ വേണ്ടി. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലങ്ങളിൽ ഒന്നാണിത്. തിരിച്ച് കണ്ടെയ്നർ റോഡിലേക്ക് കയറുന്ന മുമ്പ് ഒരു വഴിയിലേക്ക് ഡീവിയേറ്റ് ചെയ്തു. വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉള്ള സ്ഥലമാണിത്. മുന്നിൽ ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാൻ പറ്റും. ടാറ്റയുടെ അപ്പാർട്ട്മെൻറ്റിൽ അപ്പുറത്ത് പ്രസ്റ്റീജിനെ കണ്ട് കുറേ ഉണ്ട് കേട്ടോ. കുറേ വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ചൈനീസ് ഫിഷിംഗ് നെറ്റുകളൊക്കെ ഉണ്ട്. മറൈൻ ഡ്രൈവ് വാക്ക്വേ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണിത്. ഗോശ്രീ ചത്തിയത്ത് റോഡിലാണ് ഇതുള്ളത്. കൊച്ചിയിലത്തെ ഏറ്റവും ലക്ഷറിയസ് പോർഷ് ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ. മരീന 1 പറഞ്ഞ ഒരു അപ്പാർട്ട്മെൻ്റാണ് കാണുന്നത്. 30 നിലയുടെ മേളിലുണ്ട്. അങ്ങനെ ഇതാ വീണ്ടും കണ്ടെയ്നർ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്.
അങ്ങനെ കൊച്ചിൻ ഡയറീസ് എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ യാത്ര സീരീസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൊച്ചിയിൽ ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കടമക്കുടി, കുഴുപ്പില്ലി എന്ന് പറഞ്ഞ കുറേ ബാക്ക് വാട്ടർ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഒരു ഫേമസ് സ്ഥലമുണ്ട്, ബിഗ് ബിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അതൊക്കെ ഈ തവണ മിസ്സായി. എന്തായാലും ഈ 3 കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത യാത്രയിൽ കാണാം. എന്തായാലും ഈ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2 എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.